ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1199 കർക്കിടക മാസം 25-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 18-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 11:35 അത്തം നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 2:04. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്രം എന്ന് പറഞ്ഞാൽ കന്നിക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത്തം നക്ഷത്രത്തിൻ്റെ സമയം വ്യാഴാഴ്ച രാത്രി 11:35 മുതലാണ്. അവസാനിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 2:04. അപ്പോൾ വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയവും വെള്ളിയാഴ്ച പകലും ഒക്കെ വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെയും ഈ നക്ഷത്രം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഈ അത്തം നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമായി വന്നു ചേരുന്നത് ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ, ഉത്കൃഷ്ടമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിര, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്, അനുകൂലമുണ്ടെങ്കിൽ പ്രതികൂലമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്രകാരം നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് പുണർദം, മൂലം, പൂരം, ആയില്യം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം വളരെ സൂക്ഷിക്കണം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, ധനനഷ്ടം വന്നു ചേരാനിടയുണ്ട്, ആപത്തനർത്ഥങ്ങൾ വന്നു ചേരാനിടയുണ്ട്, ശത്രുത വന്നു ചേരാനിടയുണ്ട്. അങ്ങനെ തിക്താനുഭവങ്ങൾ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്ന, അതിയായി വിശ്വസിക്കുന്ന ഈ നാളുകാർ ചിലപ്പോൾ അതിയായി വിശ്വസിക്കുന്നവരിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അങ്ങനെ ജ്യോതിഷം പറയുന്നു, അത് മുന്നറിയിപ്പായിട്ട് സ്വീകരിക്കണം. നാളത്തെ ദിവസം സൂക്ഷിക്കണം, ഏതൊരു കാര്യത്തിലും ശ്രദ്ധ വേണം എന്നുള്ളതാണ് ജ്യോതിഷം അവിടെ പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ശുഭകാര്യങ്ങൾ ജ്യോതിഷപ്രകാരമുള്ള ശുഭസമയം നോക്കി ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കായിട്ട് നാളെ പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞു തരാം. രാവിലെ 6:18 മുതൽ 7:48 വരെ ശുഭസമയമാണ്. വെള്ളിയാഴ്ച രാവിലെ 6:18 മുതൽ 7:48 വരെ ശുഭസമയമാണ്. ഈ സമയം നോക്കി ആ സമയത്ത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. പിന്നീട് 9:18 മുതൽ 10:48 വരെ നല്ല സമയമാണ്. ആ സമയം നോക്കി ചെയ്യാവുന്നതായ ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 11:36 മുതൽ 11:36 എന്ന് പറഞ്ഞാൽ അഭിജിത്ത് മുഹൂർത്ത സമയം തുടങ്ങുന്ന സമയമാണ് 11:36. ആ 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:48 വരെയും ശുഭസമയമാണ്. ഈ മധ്യാഹ്ന സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ അനുകൂലമായ ശുഭസമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ 3:18 മുതൽ 5:18 വരെയും ശുഭസമയമുണ്ട്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ജ്യോതിഷപ്രകാരമുള്ള ശുഭസമയം നോക്കിയിരിക്കുന്നവർ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ ഈ ശുഭസമയത്ത് തന്നെ ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്ന് ജ്യോതിഷം വാക്ക് പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി 9 അപ്പോൾ ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ 18-നെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 9, 27 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 9. അപ്പോൾ ഇങ്ങനെ ഒറ്റസംഖ്യ വരുന്നവർക്കും അല്ലെങ്കിൽ ഈ 9 എന്ന് പറയുന്ന സംഖ്യ വരുന്നവർക്കൊക്കെ നാളത്തെ ദിവസം അനുകൂലമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം കടും ചുവപ്പ്, നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഉത്തമമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഫോളോ ചെയ്യുക, വിശ്വസിക്കുന്നവർ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു.
ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, അതിനെ പിന്തുടരുക, ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിലുണ്ട്. അത് നോക്കി നിങ്ങൾ ജനിച്ച തീയതി, ജനിച്ച സമയം, സ്ഥലമൊക്കെ, ജനനസമയം, ജനനത്തീയതി, ജനിച്ച സ്ഥലം എന്നിവ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിഷയങ്ങൾ മെസ്സേജ് ചെയ്യുക. ഞാൻ ഗ്രഹനില എടുത്ത് പരിശോധിച്ച് അത് എന്തുകൊണ്ടാണ് ആ ദോഷം ഉണ്ടാകുന്നതും അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരോട് കൂടെ ഞാൻ നിലകൊള്ളാം. നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാം. എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാം. പൂജ ചെയ്യണമെങ്കിൽ പൂജ ചെയ്തു തരാം. നിങ്ങളുടെ വിഷയം, ആ ഒരു വിഷയം പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സാധാരണ ഒരു സമയം കൊണ്ട് അവസാനിക്കുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അത് പൂജ ചെയ്താൽ മാത്രമേ മാറുള്ളൂ. നിങ്ങളുടെ പൂജ ചെയ്യാം. അതുപോലെ തന്നെ ഗ്രഹനില തയ്യാറാക്കാം, ജാതകം തയ്യാറാക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിൽ പുറകോട്ടാണ് പോകുന്നതെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ എന്താണ് പറഞ്ഞത്, അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ നോക്കി എനിക്ക് മെസ്സേജ് ചെയ്യാം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ്. നാളെക്കുറിച്ചുള്ളൊരു ചെറുതായിട്ടുള്ളൊരു അറിവാണ് നക്ഷത്രഫലം. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ദിവസം. ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നാൽ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബുധൻ നിന്നാൽ അത്ര നല്ലതല്ല. ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ ബലമുള്ള ദിവസം കൂടിയാണ്, പഞ്ചമി തിഥിയാണ്. അപ്പോൾ ചന്ദ്രൻ ബലവാനായി. അപ്പോൾ ചന്ദ്രൻ ബലവാനായ സ്ഥിതിക്ക് ചന്ദ്രനെ കൊണ്ടുള്ള ഫലവും കൂടിയാണ് നമ്മൾ നാളത്തെ ദിവസം ചിന്തിക്കുന്നത്. അപ്രകാരം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവിടെ 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 6-ാം ഭാവം രോഗഭാവമല്ലേ? കടം, ശത്രുത, ഇങ്ങനെയുള്ള ആ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ഭാവമാണ് 6-ാം ഭാവം. പക്ഷെങ്കിൽ അവിടെ ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ഈ രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ ബലമായിട്ട് വന്നു ചേരുമെന്നല്ല അവിടെ പ്രതീക്ഷിക്കേണ്ടത്. ചന്ദ്രൻ അവിടെ ബലവാനായതുകൊണ്ട് ഇവരുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല ബലം കിട്ടുമ്പോൾ ഇവർക്ക് ഏതൊരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കാൻ ഒരു ധൈര്യമുണ്ടാകുന്നു. അപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ളൊരു മനത്തൻ്റെ ഇടം ഉണ്ടാകുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ രോഗാവസ്ഥയിൽ നിന്നും കടബാധകളിൽ നിന്നും ശത്രുതയിൽ നിന്നുമൊക്കെ ഇവർക്ക് രക്ഷ കിട്ടുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിത സുഖം പ്രതീക്ഷിക്കാവുന്ന, ഏറെക്കുറെ വലിയ മെച്ചമല്ല. ചന്ദ്രൻ 7-ാം ഭാവത്തിൽ നിന്നാലേ പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയൊരു അവർ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നൊരു ദിവസമാണ്. മാത്രമല്ല അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ വ്യാഴം ചന്ദ്രൻ മുഖേന ഇവർക്ക് ധനപരമായ സ്ഥിതിയൊക്കെ മെച്ചമാക്കി കൊടുക്കുന്നു, കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ മെച്ചമാക്കി കൊടുക്കുന്നു, തൊഴിൽ രംഗം അനുകൂലമാക്കി കൊടുക്കുന്നു, ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാക്കി കൊടുക്കുന്നു. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല ഇവർക്ക് കേട്ടോ. മാതാവ് നാളെ ഏതെങ്കിലും വിഷയത്താൽ ടെൻഷൻ അടിച്ച് ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അത് വ്യക്തമാണ്. പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഏറെക്കുറെ 6-ാം ഭാവത്തിൽ നിന്നാൽ പോലും ഏറെക്കുറെ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ദിവസമാണ്. ശുക്രൻ അവരുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവരുടെ കേന്ദ്രഭാവത്തിലും ത്രികോണ ഭാവത്തിലും 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വലിയ നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. കേന്ദ്രഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നു. ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ കാര്യവിജയം ഉണ്ടാകാം, പുത്രഗുണം ഉണ്ടാകാം, വീട് വസ്തുവാഹനം സംബന്ധിച്ചുള്ള നേട്ടം ഉണ്ടാകാം, അങ്ങനെ ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകാം. നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഈ ഇടവക്കൂറുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം കിട്ടും. അതുപോലെ തന്നെ കുടുംബസുഖവും ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. ധനപരമായ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് നാളത്തെ ദിവസം ഒരു ആശ്വാസത്തിൻ്റെ ദിവസമാണ്. അവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകും. ദാമ്പത്യ ജീവിത വിജയം, ഭാര്യയും ഭർത്താവും അകന്നു കഴിഞ്ഞവരാണെങ്കിൽ നാളെ അവർ ഒന്നിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അതിന് സാധ്യതയുള്ള ദിവസമാണ്. അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ കരകയറി ഒരു ആശ്വാസത്തിൻ്റെ ദിനമായി നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം
ചന്ദ്രൻ അവരുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു, ശുക്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് നേട്ടങ്ങളാണ്. ഒരുപക്ഷെ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും, ആഭരണം വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ കൂടാതെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് നല്ല അനുകൂലമായൊരു ദിവസമാണ്. കാരണം അവർക്ക് ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു, 3-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ പോലും 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാരുടെ സഹകരണം ഇവർക്ക് കൂടുതൽ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ബന്ധുമിത്രാദികളായിട്ടുള്ള സ്ത്രീകളുടെ സഹകരണം കൊണ്ട് ഇവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുവഴി അവർക്ക് സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. എങ്കിലും തൊഴിൽപരമായൊന്നും അത്ര മെച്ചമായിരിക്കണമെന്നില്ല, തൊഴിൽപരമായി അത്ര മെച്ചമായിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും അതും ഒരു പരിഹാരമായി അല്ലെങ്കിൽ അതിന് ആശ്വാസമായി വന്നു ചേരുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാൽപൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം അവരുടെ 3-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 2-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് കീർത്തിയും സഹോദര ഗുണവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസമാണ്. പക്ഷേ മനഃശക്തി കുറവായിരിക്കും. ഈ നാളുകാർക്ക് മനഃശക്തി കുറവായിരിക്കും. നാളെ അവർ ആകുലപ്പെടുവാനിടയുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും കാര്യത്താൽ ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ടെൻഷൻ അടിക്കുവാൻ സാധ്യത. പക്ഷേ ധനം കയ്യിലുള്ള ഒരു സമയമാണിപ്പോൾ. ധനം കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയമാണിപ്പോൾ. പക്ഷെങ്കിൽ ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതിയും അവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമല്ല. എങ്കിലും നാളത്തെ ദിവസം ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവർക്കും വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നല്ല ഒരു അനുഭവം വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യയൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. കീർത്തിയും പ്രശസ്തിയും ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ട്. തൊഴിൽപരമായി വളരെ അനുകൂലമായൊരു ദിവസമാണ്. അത് മുഖേനയുള്ള പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം ചിലരിൽ കുറവായിരിക്കും, ചിലർക്ക് സാധാരണ ജീവിതാനുഭവമായിരിക്കും. എങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങളിലും അവർക്ക് അവരുടെ പിതാവിൻ്റെ സ്ഥിതി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖാനുഭവ യോഗം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക. പല കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. വളരെ ധീരതയോടുകൂടി പല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഈ നാളുകാർക്ക് ധൈര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സഹായമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കാര്യമായ ദോഷമൊന്നും നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയില്ല. ശുക്രൻ ഇവരുടെ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അപ്പോൾ 2-ാം ഭാവത്തിൻ്റെ അധിപൻ, കുടുംബഭാവത്തിൻ്റെ അധിപൻ, ധനഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 12-ാം ഭാവത്തിൽ നിന്നാൽ 12-ാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് നാളത്തെ ദിവസം ശുക്രൻ അങ്ങനെ കാര്യമായി ദോഷമൊന്നും ചെയ്യത്തില്ല. പ്രതിസന്ധികളിൽ ഇവരുടെ കൂടെ നിൽക്കും, ഇവരെ കൈപിടിച്ച് നടത്തും. അപ്പോൾ നാളെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വലിയ ഉത്തമമായ ഫലങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും സാധാരണ ജീവിതാനുഭവത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഉള്ള ഒരു നല്ല അനുഭവം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലർ മാനസികവുമായും ശാരീരികമായും ഒക്കെ തകർച്ചയിലും പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അലസത, കാര്യപ്രാപ്തിക്കുറവ്, ശരീരത്തിൽ മുറിവ്, ചതവുകൾ, ക്ഷീണം, അതുപോലെ തന്നെ പനി, ജലദോഷം, അങ്ങനെയുള്ള ശരീരത്തിൻ്റേതായ ക്ഷീണവും തളർച്ചയും രോഗവും ഒക്കെ ആയിട്ട് ഭാരപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഈ പറഞ്ഞ അനുഭവങ്ങൾ കൂടിയൊന്നും കടന്നു പോകാതെ അവർക്ക് നേട്ടമായിരിക്കും. അവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം പല വിധത്തിലുള്ള ലൗകികമായ
നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം അവരുടെ ഗ്രഹനില പ്രകാരം 11ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 11ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രശസ്തിയും ബഹുമതിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. സൽഗുണ സമ്പന്നരായിട്ട് അവർ പ്രവർത്തിക്കുന്നൊരു ദിവസവും കൂടിയാണ്. പക്ഷേങ്കിൽ ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കാരഗ്രഹമായ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ചില തട്ടുകേടുകളൊക്കെ വന്നു ചേരും. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും ആ പ്രതിസന്ധിയിൽ ഇതുവരെ അനുഭവിച്ച് വന്നിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജനം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. കൃഷികാര്യങ്ങളിൽ ശോഭിക്കുന്നതാണ്. കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണ്. നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ ദിവസമാണ്. കാരണം അവരെ സംബന്ധിച്ച് 11ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. എല്ലാം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമായി നടക്കുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ 12ാം ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. വൃശ്ചികക്കൂറുകാരുടെ 12 നഷ്ടഭാവത്തിൻ്റെ അധിപനാണ്. പക്ഷേ നിൽക്കുന്നത് കേന്ദ്രഭാവത്തിലായതുകൊണ്ട് അവർക്ക് നഷ്ടസാധ്യതകളൊന്നും വരാൻ സാധ്യതയില്ല. നേട്ടം തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളത് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറുകാരുടെ കാര്യമാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത്. ബന്ധുഗുണം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിട്ട് മാറുന്ന അനുഭവങ്ങളാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് നാളെ വരാനിരിക്കുന്നത് എന്നുള്ള കാര്യം ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളത് വിശ്വസിക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അവർക്ക് ഭാഗ്യം കൊടുക്കുന്നത് അവരുടെ 7ാം ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കും. നാളത്തെ ദിവസം ഭാഗ്യാനുഭവങ്ങളെ അവർക്ക് ജീവിതത്തിൽ കൊടുക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ തൊഴിൽ ഗുണമുണ്ട്, ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയമുണ്ട്, കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അവർക്കൊന്നിലും അതൃപ്തി ഉണ്ടാകുന്ന ഒരു വിഷയം വന്നു ചേരാൻ സാധ്യതയില്ല. എല്ലാം മനസ്സിന് സന്തോഷവും മനസ്സിനും ശരീരത്തിനും സന്തോഷവും ഉണർവും ഉന്മേഷവും ഒക്കെ കൊടുക്കുന്ന അനുഭവങ്ങളായി മാറുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് മാനസികവും ശാരീരികമായ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് മാതാവിന് രോഗദുഃഖ ദുരിതങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽപരമായ പ്രതിസന്ധിയൊക്കെ അവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവിടെ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. ഇവർ മാനസികമായും ശാരീരികമായും ഡൗൺ ആയിക്കഴിഞ്ഞാൽ പലരും രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം. അപ്പോൾ ആശുപത്രിയിൽ അഭയം പ്രാപിക്കും. അപ്പോൾ ചികിത്സ ലഭിക്കും. നാളത്തെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം കൊണ്ട് തന്നെ രോഗത്തിൽ നിന്ന് അവർ മാറും, രോഗാവസ്ഥയിൽ നിന്ന് മാറും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർ കടന്നു പോവുക. പ്രത്യേകിച്ച് ശനി ജീവിതത്തിൽ ദോഷം ചെയ്യുന്ന ജാതകമുള്ളവർക്കൊക്കെയാണെങ്കിൽ നാളത്തെ ദിവസം തീർച്ചയായിട്ടും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ, ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനെ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ നാളത്തെ ദിവസം കച്ചവടത്തിൽ നിന്ന് വ്യാപാരികൾക്ക് വ്യാപാര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, അങ്ങനെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക്
എല്ലാം കൊണ്ടും അനുകൂലമായ, പ്രത്യേകിച്ച് 6ാം ഭാവത്തിലാണ് അവർക്ക് ശുക്രൻ നിൽക്കുന്നത്. ശുക്രനൊന്നും 6ാം ഭാവത്തിൽ നിന്നാൽ അങ്ങനെ ദോഷമൊന്നും ചെയ്യുന്ന ഗ്രഹമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രോഗം, കടം, ദുഃഖം, ശത്രുത എന്നീ വിഷയങ്ങളിലൊന്നും അവർക്ക് നാളെ തിക്താനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. രോഗത്താൽ ഭാരപ്പെടുവാനോ അല്ലെങ്കിൽ കടബാധികളാൽ ഭാരപ്പെടുവാനോ ശത്രുത ഉണ്ടായി ഭാരപ്പെടുവാനോ ഒന്നും സാഹചര്യം ഉണ്ടാകത്തില്ല. അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബലവാനായ ചന്ദ്രൻ 7ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ പിന്നെ അവർക്ക് എന്താ പേടിക്കുക? അവരുടെ കൂടെ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രഹമുണ്ട്, ചന്ദ്രൻ. ചന്ദ്രൻ 7ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നെ മറ്റുള്ള ഗ്രഹങ്ങൾ എവിടെ നിന്നാലും നാളത്തെ ദിവസം അവരെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു ഗ്രഹം അവരുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം ഉറപ്പാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഉറപ്പാണ്. സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, ഭാര്യ, ഭർത്താവ്, നല്ല മക്കൾ, എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയിപ്പോൾ നാളത്തെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും അതുകൂടി ഒന്ന് ചിന്തിക്കാം. കേരളത്തിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. പ്രശാന്ത സുന്ദരമായൊരു കേരളമായിരിക്കും നാളത്തെ ദിവസം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ലൗകികപരമായ നേട്ടങ്ങൾ ആണ് നാളത്തെ ദിവസം ഉണ്ടാകുക. നാളത്തെ ദിവസം ചന്ദ്രൻ പഞ്ചമി തിഥിയിൽ ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നാളത്തെ ദിവസം നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ കലാപരമായ, കായികപരമായ, സാംസ്കാരികമായ, വിദ്യാഭ്യാസപരമായ അങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. മനുഷ്യരെല്ലാവരും ഈ വളരെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എല്ലാവരിലും നല്ല ദാമ്പത്യ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.